യെസ്. അപ്പൊ ഹലോ എവ്രി വൺ, ദേവിക പ്ലസ് പോയിന്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമുക്കറിയാം, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന എക്സാം നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി മുന്നിലുള്ളൂ. ആ എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടിയാണ് നമ്മളിപ്പോ ഈ ഒരു ക്ലാസ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിന്റെ തൊട്ട് മുന്നത്തെ ഭാഗത്തിൽ, ഇതിന്റെ തൊട്ട് മുന്നേ എടുത്ത പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഏകദേശം 31 ക്വസ്റ്റ്യൻസോളം അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ? ഇപ്പോ നമ്മളുടെ സിലബസിനെ മുഴുവനായി കവർ ചെയ്യുന്ന രീതിയിൽ ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ദേവിക പ്ലസ് പോയിന്റിന്റെ ആപ്പിൽ അതെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അതിന് പുറമെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു റിവിഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ക്ലാസ്സസ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ 5 ഭാഗങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് സിലബസിൽ വരുന്നത്, അല്ലെ? അതായത് ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടിംഗ്, അതിനുശേഷം വരുന്ന MS വേർഡ്, എക്സൽ ആൻഡ് പവർ പോയിന്റ്. ഈ 5 ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിനെ സമാഹരിച്ചുകൊണ്ടുള്ള 60 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ആൻഡ് ബാക്കി വരുന്ന ഒരു 30ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നമുക്കറിയാം, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫ്രം കമ്പ്യൂട്ടറിന്റെ ആ ഒരു 5 ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ മുതൽ നമ്മൾ എല്ലാ ടോപ്പിക്സും എന്ത് ചെയ്തതാണ്, ഏകദേശം കണ്ട് കവർ ചെയ്താണ്. ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആയാലും, ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടിംഗ് ആയാലും, ഫേമസ് കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളുടെ ഇൻവെന്റേഴ്സ്, അല്ലെ? അത്തരത്തില് തുടങ്ങി ഓരോ കാര്യങ്ങളുടെ, ഇപ്പൊ MS വേർഡിന്റെ ആയാലും, എക്സലിന്റെ ആയാലും, പവർ പോയിന്റിന്റെ ആയാലും, ഓരോ ടാബുകളും, ആ ടാബിൽ വരുന്ന ഓരോ ഗ്രൂപ്പുകളും, ആ ഗ്രൂപ്പിനകത്ത് ഓരോ ടൂൾസും നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വരെ നമ്മൾ എന്ത് ചെയ്തതാണ്, വ്യക്തമായി പഠിച്ചതാണ്. സോ നമ്മളുടെ ഒരു പഠന രീതി വെച്ച് നമ്മളെല്ലാം വിഷ്വലി നമ്മളുടെ നോട്ട്സിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളുടെ ഒരു ഫോണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് ആ ഒരു ഫോണ്ട് ഗ്രൂപ്പിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും. എവിടെയാണ് ഫോണ്ട് ഗ്രൂപ്പ് കിടക്കുന്നത്? ഓക്കെ, ഹോം ടാബിലാണ് ഫോണ്ട് ഗ്രൂപ്പ് കിടക്കുന്നത്. ഫോണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണ്ടിനെ എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, അതുപോലെ തന്നെ സ്ട്രൈക്ക് ത്രൂ, സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ നമ്മളുടെ ഫോണ്ടിന്റെ ടൈപ്പ് മാറ്റാനുള്ള ഫോണ്ട് ടൈപ്പ്, ഫോണ്ടിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളത്, അത്തരത്തിൽ ഹൈലൈറ്റേഴ്സ്, ഫോണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഈ സാധനങ്ങളെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത്, പിന്നെ ഫോണ്ടിന്റെ എഫക്ട്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരിക്കുന്നതാണ് ആ ഒരു ഫോണ്ട് ടാബിൽ വരുന്നത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലോട്ട് ഇപ്പൊ എത്തിയിട്ടുണ്ടാവും. ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മളുടെ മെയിൽ മെർജിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മ വന്നിട്ടുണ്ടാവും. ഓക്കെ, നമ്മളുടെ മെയിലിംഗ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത് കിടക്കുന്നത്. ഒരേ ഡോക്യുമെന്റ് നമുക്ക് മൾട്ടിപ്പിൾ റെസിപ്പിയൻസിന് നമുക്ക് അയക്കണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മെയിൽ മെർജിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ലെറ്റേഴ്സ്, അല്ലെ, ഇമെയിൽ മെസ്സേജസ്, എൻവലപ്സ്, അതുപോലെ തന്നെ ലേബൽസ്, ഡയറക്ടറി, ഇതൊക്കെയാണ് അതിൽ ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൽ മെർജിൽ എന്ത് ചെയ്യാറുള്ളത്, ഇംപ്ലിമെന്റ് ചെയ്യാറുള്ളത്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏകദേശം കണ്ടിപ്പോ നിങ്ങളുടെ മനസ്സിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, വന്നിട്ടുണ്ടാവും. അപ്പൊ അതാണ് നമ്മളുടെ പഠന രീതിയുടെ എന്തെന്ന് പറയുന്നത് ഒരു പ്രത്യേകത. മനസ്സിലായോ? അപ്പൊ അത്തരത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ പോർഷൻസും നമുക്ക് നമ്മൾ നമ്പർ സിസ്റ്റംസും കാര്യങ്ങളും എല്ലാം പഠിച്ചതാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറയുന്നത് സമയത്തിന്റെ പരിമിതി കൊണ്ട് നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ടുള്ള ഈ 60 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് വൈകിക്കാതെ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ കാര്യമായിരുന്നു റൈറ്റ് അലൈൻമെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്നുള്ളത്, അല്ലെ? റൈറ്റ് അലൈൻമെന്റിന് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആയിരുന്നു MS വേർഡില് Ctrl+R എന്നുള്ളത്. ഓക്കെ, Ctrl+R. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഫീച്ചർ ഇൻ MS വേർഡ് അലൗസ് യു ടു സെൻഡ് ദ സെയിം ലെറ്റർ ടു ഡിഫറെന്റ് പീപ്പിൾ? അപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്, അല്ലെ? അതായത് MS വേർഡിലെ ഏത് ഫീച്ചർ ആണ് നമ്മളെ സെയിം ലെറ്റർ ഡിഫറെന്റ് പീപ്പിൾസിന് അയക്കാനായി നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിപ്പോ നമ്മൾ ആൻസർ പറഞ്ഞേ ഉള്ളൂ. എന്താണ്? മെയിൽ മെർജ്, അല്ലെ? മെയിൽ മെർജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് നമുക്ക് സെയിം ലെറ്ററിനെ ഡിഫറെന്റ് പീപ്പിൾസിലോട്ട് അയക്കാനായിട്ട്. ഇതേ സാധനങ്ങളാണ് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കാറുള്ളത്? ഡിഫറെന്റ് ലേബൽസ് പ്രിന്റ് ചെയ്യാൻ. നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഈ മെയിൽ മെർജ് എന്ന് പറയുന്ന ഓപ്ഷന് താഴെ വരുന്ന 5 ഓപ്ഷൻസ് ആണ്. ഇതിന്റെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ വരുന്ന 5 ഓപ്ഷൻസ് ആണ്. ഏതൊക്കെ? ലെറ്റേഴ്സ്,
അതുപോലെ തന്നെ ഇമെയില്, എൻവലപ്സ്, ലേബൽസ് ആൻഡ് ഡയറക്റ്റ്. മറന്നു പോരുത്, നമ്മൾ ഓൾറെഡി ക്ലാസ്സസിൽ ഇത് പഠിച്ചതാണ്. എന്നിരുന്നെങ്കിലും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. മെയിലിംഗ്സ് എന്ന ടാബിലാണ് മെയിൻ ആയിട്ട് നമ്മളുടെ ഈ ഒരു മെയിൽ മെർജ് എന്ന് പറയുന്ന ടൂള് നമുക്ക് എന്ത് ചെയ്യുന്നത് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് ഈ പറഞ്ഞിട്ടുള്ള നമുക്ക് കിടക്കുന്നത്. ആൻഡ് മെയിൽ മെർജ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ സെയിം കണ്ടന്റിനെ ഡിഫറെന്റ് പീപ്പിൾസിലോട്ട് എത്തിക്കാനാണ് മെയിൽ മെർജ് യൂസ് ചെയ്യുന്നത്. മറക്കാതിരിക്കുക. അപ്പൊ നമുക്കറിയാം മെയിൽ മെർജ് ചെയ്യാൻ 5 സ്റ്റെപ്സ് ഉണ്ടെന്ന് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അതായത് നമ്മൾ ഇത് ആർക്കൊക്കെയാണ് അയക്കേണ്ടത്, ആർക്കൊക്കെയാണ് പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഇപ്പൊ എൻവലപ്പ് പ്രിന്റ് ചെയ്യണം, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു 50 പേർക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. സെയിം എൻവലപ്പ്, പക്ഷെ ഓരോരുത്തരുടെയും എൻവലപ്പിൽ എന്ത് ചെയ്യണം, ഡിഫറെന്റ് ആയിട്ടുള്ള നെയിംസ് പ്രിന്റ് ചെയ്യിപ്പിക്കണം. ഇത് തന്നെയല്ലേ നമ്മൾ മെയിൽ മെർജിലൂടെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു ലെറ്റർ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 50 പേർക്ക് അയക്കണം. സെയിം ലെറ്റർ എന്ത് ചെയ്യണം, 50 പേർക്ക് അയക്കണം. 50 പേർക്കും റിസീവ് ചെയ്യുന്ന രീതിയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആർക്കൊക്കെയാണ് അയക്കേണ്ടത് എന്നുള്ളതിന്റെ റെസിപ്പിയൻസിന്റെ ലിസ്റ്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അല്ലെ, റെസിപ്പിയന്റിന്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള 5 സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ ഈ മെയിൽ മെർജ് ചെയ്യുന്നത്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുള്ളതാണ്, നമ്മളുടെ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതെന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ഓർത്തെടുക്കുക. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ഗട്ടർ മാർജിൻ? എന്താണ് ഗട്ടർ മാർജിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ടും ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കാനാണ്, ബൈൻഡ് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ എടുക്കുന്നത് എന്നിരിക്കട്ടെ. പ്രിന്റ് എടുക്കുന്നത് ബൈൻഡ് ചെയ്യാനാണ്. കൂടുതൽ ഡോക്യുമെന്റ്സ് നമുക്കിപ്പോ പ്രോജക്റ്റിന്റെ റിപ്പോർട്ട് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ സ്പൈറൽ ബൈൻഡോ ഹാർഡ് ബൈൻഡ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യം നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ നോർമലി നമുക്കറിയാം ഡിഫറെന്റ് പേജ് സൈസസ് നമുക്ക് എവിടെ അവൈലബിൾ ആണ്, MS വേർഡിൽ അവൈലബിൾ ആണ്. ഏതൊക്കെയാണ് പേജ് സൈസസ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്കൂ. ഏതൊക്കെ പേജസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക? പോരട്ടെ, ഏതൊക്കെയാ? ലെറ്റർ, ടാബ്ലോയിഡ്, ലീഗൽ, സ്റ്റേറ്റ്മെന്റ്, എക്സിക്യൂട്ടീവ്, A3, A4, A5, B4, B5. ഇത്രയും പേജസ് നമുക്ക് എവിടെ അവൈലബിൾ ആണ്? നമ്മളുടെ MS വേർഡിൽ അവൈലബിൾ ആണ്. അല്ലെ, ഇതിന്റെ ഒക്കെ ഡയമെൻഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്താണ്, പഠിച്ചതാണ്. അപ്പൊ ഇതിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള പേജ് സൈസ് ഏതാ, അതും നമ്മൾ പഠിച്ചതാ. ഡീഫോൾട്ട് ആയിട്ടുള്ളത് ഏതാണ്? ലെറ്റർ. കൂടുതലായിട്ടും നമ്മൾ MS വേർഡിൽ ഡീഫോൾട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന പേജ് സൈസ് ആണ് ലെറ്റർ എന്ന് പറയുന്നത്. അല്ലെ, അതിന്റെ ഡയമെൻഷൻ എത്ര വരിക? 21.59 സെന്റിമീറ്റർ ലെങ്ത്തും 27.94 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും വരുന്നത്. റെഡി? ലെങ്ത്തും ലെങ്ത്തും അതിന്റെ ആ ഒരു പേപ്പറിന്റെ സൈസ് വരുന്നത് എങ്ങനെയാണ്? 21.59 സെന്റിമീറ്റർ ഇൻറ്റു 27.94 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ഇതേ സാധനം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇഞ്ചസിലോട്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡയമെൻഷൻസ് ഒക്കെ. അല്ലെ, ഓരോ പേജസിന്റെയും ഡയമെൻഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തില് നമ്മൾ സെലക്ട് ചെയ്യുന്ന പേജിന് ചുറ്റും എത്ര ദൂരം വിട്ടിട്ടാണ് ആ ടെക്സ്റ്റ് കണ്ടന്റ് പ്രിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മാർജിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, ഇങ്ങനെയാണ്. ഇതൊരു പേജ് ആണെങ്കിൽ ആ പേജിന്റെ ഈ അറ്റങ്ങളിൽ നിന്നും എത്ര സ്പേസ് വിട്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മാർജിൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാർജിൻസ് എന്തൊക്കെയായിരുന്നു നമ്മളുടെ വേർഡിൽ ഉണ്ടായിരുന്നത്? നോർമൽ എന്ന് പറയുന്ന ഒരു മാർജിൻ ഉണ്ട്, നാരോ എന്ന് പറയുന്ന ഒരു മാർജിൻ ഉണ്ട്, മോഡറേറ്റ്, വൈഡ്, മിറേഡ്, ഓഫീസ് 2003 ഡീഫോൾട്ട് ആൻഡ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മാർജിൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഓർക്കുന്നില്ലേ ഇതൊക്കെ? ഇതൊക്കെ നമ്മളുടെ ഈ ഒരു ടോപ്പിക് ആണ് കേട്ടോ, മറക്കരുത്, പഠിക്കണം എല്ലാം. ഓക്കെ, അപ്പൊ നമ്മൾ ലേ ഔട്ട് എന്ന് പറയുന്ന ടാബിലാണ് ഈ കണ്ട എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യുന്നത് കിടക്കുന്നത്. പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പില് ലേ ഔട്ട് ടാബിലെ, ആലോചിക്കൂ, ലേ ഔട്ട് ടാബിലെ പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഈ പറഞ്ഞിട്ടുള്ള മാർജിൻസ് ആയാലും അതുപോലെ തന്നെ നമ്മളുടെ സൈസ് ആയാലും പേജിന്റെ സൈസ് ആയാലും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് കിടക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു പേപ്പർ, ഇപ്പൊ ലീഗൽ ആണ് ഡീഫോൾട്ട് ആയിട്ടുള്ള പേപ്പർ എന്ന് പറഞ്ഞു, അതിന്റെ ഡയമെൻഷൻസ് നമ്മൾ പറഞ്ഞു. ലീഗലിന് പുറമെ A4, B3, B4, അതുപോലെ തന്നെ A5, A3, ലീഗൽ, ടാബ്ലോയിഡ്, ലെറ്റർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് എന്തുണ്ട്, ഒരുപാട് പേപ്പേഴ്സ് ലൈക്ക് പേജ് സൈസസ് ബാക്കിയും കിടക്കുന്നുണ്ട്. അതിൽ ഡീഫോൾട്ട് ആയിട്ട് MS വേർഡ് തിരഞ്ഞെടുത്തിട്ടുള്ള പേപ്പർ അല്ലെങ്കിൽ പേജിന്റെ സൈസ് ലെറ്റർ ആണെന്നുള്ളതാണ് നമ്മളിപ്പോ പഠിച്ച കാര്യം.
ഓക്കെ, ലെറ്റർ സൈസ് ആണ് ഡീഫോൾട്ട് ആയിട്ടുള്ളത്. അപ്പൊ ആ ഒരു പേജിന്റെ സൈഡുകളിൽ എത്ര സ്പേസ് വിട്ടതിന് ശേഷമാണ് നമ്മൾ ടെക്സ്റ്റിനെ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പേജ് മാർജിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ പേജ് മാർജിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്സ് ആണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ? മോഡറേറ്റ്, അതുപോലെ തന്നെ നാരോ, വൈഡ്, നോർമൽ, മിറേർഡ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ. ഓക്കെ, ഇനി അപ്പൊ ബോർഡർ എന്ന് പറയുന്നത് എന്താ? പേജ് നമ്മൾ പറഞ്ഞു, അതിനുള്ളിലെ മാർജിൻ നമ്മൾ പറഞ്ഞു. അപ്പൊ ബോർഡർ എന്താ? ആ, ഈ വരയ്ക്കുന്ന സാധനം അല്ലെ, ദൂരെ വിട്ട്, അതായത് നമ്മളുടെ പേജിന്റെ സൈഡ്സിൽ കുറച്ച് ദൂരം വിട്ട് ഈ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയി നമ്മൾ കൊടുക്കുന്ന വരയ്ക്ക് ബോർഡർ എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ മാർജിനും ബോർഡറും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? മാറി മാറി പോവാറുണ്ട്. ഒരിക്കലും മാറി പോവരുത്. ഈ മാർജിനും സൈസും ഒക്കെ കിടക്കുന്നത് ലേഔട്ട് ടാബിലെ, ഓക്കെ, ലേഔട്ട് ടാബിലെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ ബോർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ കിടക്കുന്നത് ഡിസൈൻ ടാബിലെ പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പിലാണ്. കാര്യം മനസ്സിലായോ? എന്തൊക്കെയാണ്? പേജിന്റെ സൈസും മാർജിൻസും കിടക്കുന്നത് ലേഔട്ട് ടാബിലെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ പേജിന്റെ ബോർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ കിടക്കുന്നത് ഡിസൈൻ ടാബിലെ പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? അപ്പോ അങ്ങനെ നമ്മൾ ബോർഡർ വരയ്ക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ബൈൻഡിങ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണെന്ന് ഇരിക്കട്ടെ, ബൈൻഡിങ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ വശത്തും നമ്മൾ ഒരേപോലെ മാർജിൻ കൊടുത്തു കഴിഞ്ഞാൽ, എല്ലാ വശത്തും നമ്മൾ എന്ത് ചെയ്യാണ്? ഒരേപോലെ മാർജിൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ബൈൻഡിങ് ചെയ്ത് കഴിയുമ്പോൾ ഈ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റുകളെല്ലാം ബൈൻഡിങ്ങിന് ഉള്ളിലോട്ട് കയറി പോകത്തില്ലേ? അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് വായിക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലെ? ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഫോർ അവിടുത്തെ ടെക്സ്റ്റ് ഉള്ളിലോട്ട് കയറി പോകുമെന്നാണെങ്കിൽ അവിടെ കുറച്ച് എക്സ്ട്രാ സ്പേസ് വിടണം. അതിനെയാണ് ഗട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? ഗട്ടർ എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള മാർജിൻ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡോക്യുമെന്റ് നമ്മൾ പ്രിന്റ് ആണ് എടുത്ത് ബൈൻഡ് ആണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ധാരണ നമുക്ക് ഉണ്ടെങ്കിൽ ബൈൻഡ് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് എക്സ്ട്രാ സ്പേസ് വിടണം. ആ വിടുന്ന സ്പേസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഗട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? ഇതാണ് ഒരു പേജിന്റെ പേജ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നോർമലി നമ്മൾ മാർജിൻ ഇങ്ങനെ എഴുതി തുടങ്ങുകയാണെങ്കിൽ, ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് ബൈൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? കുറച്ചുകൂടെ സ്പേസ് ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ട് വിടുക. എന്നിട്ട് ഈ ഒരു സ്പേസിൽ എന്ത് ചെയ്യുക? നമ്മൾ എഴുതുക. മനസ്സിലായോ? അപ്പൊ ഈ സ്പേസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഗട്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അപ്പൊ ഗട്ടർ എന്ന് പറയുന്നത് എന്താ? മാർജിൻ ദാറ്റ് ഇസ് ആഡഡ് ടു ദ ബൈൻഡിങ് സൈഡ് ഓഫ് ദ പേജ് വെൻ പ്രിന്റിംഗ്. നമ്മൾ പ്രിന്റിംഗ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ആ അഡീഷണൽ സ്പേസ്, ബൈൻഡിങ് ചെയ്യുന്ന പൊസിഷനിലുള്ള, ബൈൻഡിങ് ചെയ്യുന്ന സൈഡിലുള്ള അഡീഷണൽ സ്പേസിനെയാണ് ഗട്ടർ എന്ന് പറയുന്നത്. റെഡി അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ വാലിഡ് മിനിമം ആൻഡ് മാക്സിമം സൂം സൈസസ് ഇൻ MS ഓഫീസ്? നമുക്ക് മിനിമം ആൻഡ് മാക്സിമം ആയിട്ടുള്ള സൂം സൈസസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോ നമ്മളുടെ ഡോക്യുമെന്റിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട്, സോറി റൈറ്റ് സൈഡിലായിട്ട് ഡൗണിലായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സൂം സ്ലൈഡർ കാണാനായിട്ട് പറ്റും ഇല്ലേ? നടുവില് 100 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ഡീഫോൾട്ട് ആയിട്ടുള്ള MS വേർഡിന്റെ സൂം വാല്യൂ എന്ന് പറയുന്നത്, 100%. അതിന് ഏറ്റവും കുറവ് സൂം സൈസ് എന്ന് പറയുന്നത് എത്ര? ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 10% ആണ്. ഓക്കെ, ഏറ്റവും മാക്സിമോ 500%. ഏറ്റവും മിനിമം 10ഉം ഏറ്റവും മാക്സിമം എത്രയാണ്? 500%. ഇതേ സാധനം എക്സലിലോട്ട് മാറുന്ന സമയത്ത് മാറ്റം വരും. എത്രയാണ്? മിനിമം സൂം സൈസ് 10ഉം മാക്സിമം സൂം സൈസ് 400ഉം ആണ്. ഓക്കെ, 400 ആണ്. അതൊരിക്കലും നിങ്ങൾക്ക് മാറിപ്പോരുത് കേട്ടോ. സൂം ലൈക്ക് നമ്മുടെ എക്സലും അതുപോലെ തന്നെ ഈ ഒരു MS വേർഡും തമ്മിൽ എന്ത് ചെയ്യരുത്? മാറിപ്പോവരുത്. ഓർത്തു വെച്ചോളൂ, മിനിമം 10ഉം മാക്സിമം 500ഉം MS വേർഡിലും, മിനിമം 10ഉം മാക്സിമം 400ഉം MS എക്സലിലും ആണ്. റെഡി? ഇപ്പൊ ഡീഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു? 100 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ സൂം എന്ന് പറയുന്ന ഓപ്ഷൻ, ഓക്കെ, ഞാൻ പറഞ്ഞു റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് കിടക്കുന്നുണ്ടാകും? സൂം സ്ലൈഡർ കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ ഓപ്ഷൻ അല്ല, പിന്നെ സൂം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഏത് ടാബിന്റെ അണ്ടറിലാണ് MS വേർഡിൽ കിടക്കുന്നത്? ആലോചിച്ച് നോക്കൂ. ഒന്ന് നിങ്ങളുടെ മൈൻഡിലോട്ട് ഒന്ന് കൊണ്ടുവന്ന് നോക്കൂ. ഓക്കെ, മേലത്തെ ടാബുകൾ നോക്കുമ്പോൾ ഫയൽ ടാബിലല്ല. കാരണം ഫയൽ ടാബിൽ സേവും, സേവ് ആസ്, പബ്ലിഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഓപ്പൺ, ന്യൂ ഒക്കെയാണ് ഫയൽ ടാബിൽ.
ഹോമിലല്ല, ഇൻസേർട്ട്, ഡ്രോ, ഡിസൈൻ, ലേഔട്ട്, റെഫറൻസസ്, മെയിലിങ്സ്, റിവ്യൂ, വ്യൂ. ഇത്രയും ടാബുകളാണ് നമുക്ക് എവിടെ ഉള്ളത്? MS വേർഡിലുള്ളത് അല്ലെ? ഇത്രയും ടാബുകൾ ഏതൊക്കെയാ? ഫയല്, ഹോം, ഇൻസേർട്ട്, ഡ്രോ, ഡിസൈൻ, ലേഔട്ട്, റെഫറൻസസ്, മെയിലിങ്സ്, റിവ്യൂ ആൻഡ് വ്യൂ. ഇതിൽ ഏത് ഓപ്ഷനിലാണ് സൂം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കിടക്കുന്നത്? സൂമുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് ഏത് ഗ്രൂപ്പാണ്? അത് ഏത് ടാബിന്റെ അണ്ടറിലാണുള്ളത്? ശ്രദ്ധിക്കുക, സൂം എന്ന് പറയുന്ന ഗ്രൂപ്പ് കിടക്കുന്നത് വ്യൂ എന്ന് പറയുന്ന ടാബിന്റെ അണ്ടറിലാണ്. ഓക്കെ, വ്യൂ എന്ന് പറയുന്ന ടാബിന്റെ അണ്ടറിലാണ്. അപ്പൊ വ്യൂ ടാബിന്റെ അണ്ടറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, 100% എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, 1 പേജ്, മൾട്ടിപ്പിൾ പേജസ്, പേജ് വിഡ്ത്ത്, ഇങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഒക്കെയാണ് അവിടെ കിടക്കുന്നത്. അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ ക്ലാസ്സസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഓരോ സാധനങ്ങളും എന്തൊക്കെയാണ്, ഹോൾ പേജ് എന്ന് പറഞ്ഞാൽ എന്താ, മെനി പേജസ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇതാണ്. സൂം എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും അല്ലെ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? സൂം എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ആ ഡയലോഗ് ബോക്സിൽ 3 സൂം സൈസസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? കൊടുത്തിട്ടുണ്ടാവും. ഈ സൂം സ്ലൈഡർ അല്ലാതെ ആ സൂം ഓപ്ഷനിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പൊ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു പെട്ടി ഉണ്ട്. ഇപ്പൊ 120% വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 120 കസ്റ്റമൈസ് കൊടുക്കാനായിട്ട് പറ്റും. അതല്ലാതെ 3 ഓപ്ഷൻസ് നമുക്ക് വേർഡ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ പെർസെന്റേജ് ആക്കിയിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ പെർസെന്റേജസ് ആണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർത്ത് വെച്ചോളൂ. 200%, 100%, 75%. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? MS വേർഡിൽ സൂം ഓപ്ഷൻസ് ആയിട്ട് ലൈക്ക് അതിൽ തന്നെ നമുക്ക് തന്നിട്ടുള്ള കുറച്ച് ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് ആണ് ഈ 200%, 100% ആൻഡ് 75% എന്ന് പറയുന്നത്. ഡീഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻ 100%. ഇത്രയും കാര്യങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ഞാനൊരു ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ, സൂമിന്റെ ഡയലോഗ് ബോക്സിൽ കാണപ്പെടാത്ത പെർസെന്റേജ് ഏതായിരുന്നു എന്ന് ചോദിച്ചിട്ട് 100%, 75%, 135% ആൻഡ് 200% ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്താ? അതിന്റെ ആൻസർ എന്താ? ആൻസർ ഓപ്ഷൻ സി 135% ആണ് അല്ലെ? 135 എന്ന് പറയുന്ന ആ ഒരു പെർസെന്റേജ് ഓപ്ഷൻ ആണ് നമുക്ക് എന്തിലില്ലാത്തത്? ആ സൂമിന്റെ ഡയലോഗ് ബോക്സിൽ ഇല്ലാത്തത്. മനസ്സിലായോ? അപ്പൊ ചോദ്യങ്ങൾ പല വിധത്തിൽ വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. നമ്മളെ കൊണ്ടാവുന്നത് എന്താണ്? എങ്ങനെ വന്നാലും എഴുതാൻ രീതിയിൽ നമ്മൾ സജ്ജരായിരിക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ്സസ് വൃത്തിയായി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ ടോപ്പിക്സും നിങ്ങൾ മേലോട് പഠിച്ചു പോവുകയല്ല, ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അപ്പൊ നമ്മൾക്ക് എന്തായിരിക്കും? നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കും. നമ്മൾ വി ആർ കോൺഫിഡന്റ് ഇനഫ്. നമ്മളൊരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ളിടത്തോളം നമ്മൾ എന്തായിരിക്കും? കോൺഫിഡന്റ് ആയിരിക്കും. അത്രയ്ക്ക് നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എത്ര നേരം എന്താ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്? സൂമിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്. പോട്ടെ, ഇനി അടുത്ത കാര്യം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഇസ് ദ മിനിമം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ദാറ്റ് എ വേർഡ് ടേബിൾ ക്യാൻ ഹാവ്? ഓക്കെ, മിനിമം ദാറ്റ് എ വേർഡ് ടേബിൾ ക്യാൻ ഹാവ്. ഡോക്യുമെന്റിൽ, ഒരു MS വേർഡ് ഡോക്യുമെന്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ടേബിൾ ആഡ് ചെയ്യാണ്. ആ ടേബിളില് മിനിമം എത്ര റോസും കോളംസും ആണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. പഠിച്ചു വെച്ചോളൂ. മിനിമം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ദാറ്റ് ക്യാൻ ബി ആഡഡ് ടു എ വേർഡ് ടേബിൾ ഇസ് 1. ഒരു റോയും ഒരു കോളം എങ്കിലും ഉണ്ടെങ്കിലേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു വേർഡ് ടേബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേടാ, ഒരു ടേബിൾ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നുമില്ല, ഒരു സെല്ല് പോലും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ടേബിൾ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. സോ ഒരു റോയും ഒരു കോളം എങ്കിലും ഉണ്ടെങ്കിലേ അവിടെ എന്ത് ചെയ്യാനായിട്ട് നമ്മൾ പറയുള്ളൂ? അതൊരു ഒരു വേർഡ് ടേബിൾ ആണെന്ന് നമ്മൾ പറയുള്ളൂ. വിച്ച് മീൻസ് ഒരു ടേബിളിൽ ഒരു സെല്ലെങ്കിലും വേണം. ഒരു റോയും ഒരു കോളം എന്ന് പറഞ്ഞ ഒരു സെല്ലല്ലേ, അതെങ്കിലും വേണം. അപ്പൊ എന്റെ അടുത്ത ചോദ്യം ഇതാണ്. ഒരു വേർഡ് ടേബിളില് മാക്സിമം എത്ര കോളംസ് ആഡ് ചെയ്യാം? ഓർക്കുന്നുണ്ടോ? മാക്സിമം എത്ര ടേബിൾസ്, ലൈക്ക് എത്ര കോളംസ് ആഡ് ചെയ്യാം? പഠിച്ചു വെച്ചോളൂ. 63. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഇതല്ലേ? 63 കോളംസ് ആണ് ഒരു വേർഡ് ടേബിളിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത്. റെഡി? ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട് നമ്മളുടെ MS വേർഡിൽ. അതായത് സാധാരണ നമ്മളുടെ ഇതൊക്കെ കാണുന്ന ഒരു ഓപ്ഷൻ ഇല്ലേ? അതായത് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ഒരു തരം ഉണ്ടല്ലോ.
കോളംസ് ആയിട്ട് നമ്മളുടെ പേജിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ന്യൂസസ് എങ്ങനെ കൊടുക്കും. ഇത്ര വലിയൊരു പേജ് ആണെങ്കിൽ ആ പേജിൽ നമ്മൾ ഇങ്ങനെ ഒരു കോളം ആയിട്ട് ന്യൂസ് കൊടുത്തു, അടുത്ത കോളം ആയിട്ട് ന്യൂസ് കൊടുത്തു, ഇങ്ങനെ കോളംസ് വൈസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, ന്യൂസ് പേപ്പറിൽ ന്യൂസ് പ്രിന്റ് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ഓപ്ഷൻ ആണ് അവൈലബിൾ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കോളംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കോളംസ് അല്ലെ? എവിടെയാണ് അത് കിടക്കുന്നത്? ലേഔട്ട് ടാബില് പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ലേഔട്ട് ടാബിലെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിലാണ് കോളംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളത്. നേരത്തെ പറഞ്ഞത് നമ്മൾ ഏത് കോളത്തിനെ കുറിച്ചായിരുന്നു? ആ, ടേബിളില് ലൈക്ക് MS വേർഡിന്റെ ഒരു ടേബിളില് മാക്സിമം 63 കോളംസ് ആണ് ആഡ് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ, ഒരു പേപ്പറിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, കോളംസ് ആക്കി മാറ്റുമ്പോൾ, ഒരു ന്യൂസ് പേപ്പർ രീതിയിലാക്കി മാറ്റുമ്പോൾ മാക്സിമം എത്ര കോളംസ് വരെ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മാക്സിമം എത്ര കോളംസ് വരെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്? 12 എന്നുള്ളതാണ് നമുക്ക് അതിന്റെ ആൻസർ. മാക്സിമം നമുക്ക് 12 കോളംസ് വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നതിൽ 12 ആണ് നമുക്ക് ഏറ്റവും മാക്സിമം വാല്യൂ ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റുക? ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ക്ലിയർ അല്ലേ? ഇനി കോളംസിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന കുറച്ച് ഓപ്ഷൻ, അതായത് അതിൽ ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ടാവുമല്ലോ. കോളംസിൽ ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ടാവുമ്പോൾ അതിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാ? 1, 2, 3, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഓർക്കുന്നുണ്ടോ? 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ഒറ്റ കോളായിട്ട് അങ്ങ് ടൈപ്പ് ചെയ്യും. 2 എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈസസിലുള്ള 2 കോളമാക്കി മാറ്റും. 3 എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈസസിലുള്ള 3 കോളമാക്കി മാറ്റുന്നത് 3. ലെഫ്റ്റ് എന്ന് പറഞ്ഞാലോ, ലെഫ്റ്റിൽ ചെറിയൊരു കോളവും റൈറ്റിൽ വലിയ കോളവും വരുന്ന രീതിയിലും, റൈറ്റ് എന്ന ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ വലിയ കോളം വരുന്ന രീതിയിലും റൈറ്റിൽ ചെറിയ കോളംസ് വരുന്ന രീതിയിലും, ലെഫ്റ്റിൽ വലിയ കോളവും റൈറ്റിൽ ചെറിയ കോളവും വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനാണ് റൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇത്തരത്തില് വരുന്ന ഓപ്ഷൻ ആണ് കോളംസ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പൊ ഈ ഒരു കാര്യത്തിൽ മിക്കപ്പോഴും ഒരു ചെറിയ കൺസേൺ വരാറുള്ളത്, നമുക്ക് ഇതിൽ മാക്സിമം നമ്പർ ഓഫ് കോളംസ് 12 ആണോ 13 ആണോ എന്നുള്ള ഒരു കൺസേൺ ആണ് നമുക്ക് ഇവിടെ വരാറുള്ളത്. ഇപ്പൊ MS വേർഡില് നമ്മൾ ആ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്ന ഓപ്ഷൻ 12 ആണെങ്കിലും നമുക്ക് പലപ്പോഴും എന്ത് വരാറുണ്ട്, ഗൂഗിളിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം 13 എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. അപ്പൊ ആ ഒരു കാര്യം മാത്രം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് മാത്രം ആൻസർ ചെയ്യുക കേട്ടോ. അപ്പൊ കോളംസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ അടുത്തൊരു ചോദ്യമാണ്, വാട്ട് ഇസ് ദ ഡീഫോൾട്ട് സൂം ലെവൽ ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്? മൈക്രോസോഫ്റ്റ് വേർഡിലെ ഡീഫോൾട്ട് ആയിട്ടുള്ള സൂം ലെവൽ എത്രയാണ്? നേരത്തെ പറഞ്ഞതാണ്, എത്ര പെർസെന്റേജാ? 100%. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കിയാടാ. ഐഡന്റിഫൈ ദ ഫീച്ചർ ഓഫ് MS വേർഡ് വിച്ച് പ്രൊവൈഡ്സ് ദ ഓപ്ഷൻ ഓഫ് ഐദർ ഇൻക്രീസിംഗ് ദ സൈസ് ഓഫ് എ ലെറ്റർ ഓർ എ ടെക്സ്റ്റ്. അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾ ആലോചിക്കുമ്പോൾ, നമ്മൾ ആ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു PPTയിൽ കണ്ട ആ ഒരു ടെക്സ്റ്റ് ഓർമ്മയുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ആൻസർ കിട്ടി. എങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്? ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണോ അതിന്റെ എക്സാമ്പിൾ പോലെ തന്നെയായിരുന്നു ആ PPTയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡ്രോപ്പ് ക്യാപ്പ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് ലെറ്ററിലെ D വലുതാക്കിയതിന് ശേഷം ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ എഴുതുന്നു, അതിന് താഴത്തെ ലൈൻ നമ്മൾ ഇങ്ങനെ എഴുതി പോകുന്നു. ഇത്തരത്തിലൊരു രീതിയിലായിരുന്നു നമ്മളുടെ ആ PPTയുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഡ്രോപ്പ് ക്യാപ്പ് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഐഡന്റിഫൈ ദ ഫീച്ചർ ഓഫ് MS വേർഡ് വിച്ച് പ്രൊവൈഡ്സ് ദ ഓപ്ഷൻ ഓഫ് ഐദർ ഇൻക്രീസിംഗ് ദ സൈസ് ഓഫ് എ ലെറ്റർ ഓർ എ ടെക്സ്റ്റ്. ആദ്യത്തെ ഫസ്റ്റ് ലെറ്ററിന്റെയോ ടെക്സ്റ്റിന്റെയോ സൈസ് വലുതാക്കി കൊടുക്കുന്ന ഓപ്ഷൻ നമ്മൾ പറഞ്ഞ പേരായിരുന്നു ഡ്രോപ്പ് ക്യാപ്പ്. അപ്പൊ ഞാൻ എഴുതിയതുപോലെ ആദ്യത്തെ ലെറ്റർ വലുതാക്കിയും മറ്റു ലെറ്റേഴ്സ് ഒക്കെ എന്താണ് നോർമൽ സൈസിലും എഴുതുന്ന രീതിയിലുള്ള ഈ ഒരു ഫീച്ചറിനെയാണ് നമ്മൾ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയാം. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡ്രോപ്പ് ക്യാപ്പില് ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ കൊടുക്കണമെന്നിരിക്കട്ടെ, ഈ ഫസ്റ്റ് ലെറ്റർ എത്ര ലൈൻസ് ആയിരിക്കും വലിപ്പം വരിക? ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവുന്ന സമയത്ത് ഡ്രോപ്പ് ക്യാപ്പിന്റെ ഫസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ടെക്സ്റ്റ് എത്ര ലൈൻസ് ആണ് വലിപ്പം വെക്കുക? 3 ലൈൻസ്. ഓക്കെ, 3 ലൈൻസ് ആണ് വലിപ്പം വെക്കുക. മാക്സിമമോ നമുക്ക് 10 ലൈൻ വരെ എന്ത് ചെയ്യിപ്പിക്കാം? ഡ്രോപ്പ് ക്യാപ്പിന്റെ വലിപ്പം
വെപ്പിക്കാം. കാര്യം മനസ്സിലായോ? എന്തൊക്കെയാണ് അപ്പൊ ചെയ്യാൻ പറ്റുക? ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്ന ഓപ്ഷന്റെ ലൈക് മാക്സിമം നമുക്ക് എത്ര ലൈൻസ് വരെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഡീഫോൾട്ട് ആയിട്ടുള്ള ലൈൻസിന്റെ ഡ്രോപ്പ് 3 ആണെങ്കിൽ പോലും നമുക്ക് 10 ലൈൻസ് വരെ ഇതിനെ എന്ത് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും? വലുതാക്കാനായിട്ട് പറ്റും. മിനിമം ലൈക്ക് അതിന്റെ ആ ഒരു സൈസ് 1 to 10 ആണ് അതിന്റെ മിനിമം ടു മാക്സിമം വാല്യൂ. ഡ്രോപ്പ് ക്യാപ്പിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള സൈസ് വാല്യൂ 3 ലൈൻസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. 10 ലൈൻ വരെ നമുക്ക് വലുതാക്കാൻ പറ്റും. ഡിഫോൾട്ട് ആയിട്ടുള്ളത് 3 ലൈൻസ് ആണ്. 1 to 10 ആണ് അതിന്റെ ആ ഒരു വലിപ്പം. ഇനി ഡ്രോപ്പ് ക്യാപ്പ് നമുക്ക് 2 വിധത്തിൽ കൊടുക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ 2 വിധം? ഡ്രോപ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട്, ഇൻ മാർജിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. ഇല്ലേ? ഡ്രോപ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഐഡന്റിഫൈ എന്ന് പറയുന്ന ഈ ഒരു വാക്ക് തുടങ്ങുകയാണെങ്കിൽ ഐ മാത്രം ക്യാപിറ്റൽ ആവുന്നു, ബാക്കിയെല്ലാം നോർമലി തന്നെ എന്ത് ചെയ്യുന്നു, അതിന് താഴെ താഴെ അങ്ങ് എഴുതി അങ്ങ് പോകുന്നു. പക്ഷെ ഇൻ മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഐ എവിടെയായിരിക്കും വരിക? മാർജിനിലായിരിക്കും ഐ വരിക. ഈ ലെറ്ററിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ പ്ലേസിലല്ല മാർജിൻ വരിക. എവിടെയൊക്കെ ആ ഒരു ഡ്രോപ്പ് ക്യാപ്പ് വരിക? മാർജിനിൽ വലുതാക്കി എഴുതി ബാക്കി ടെക്സ്റ്റ് ഒക്കെ നോർമലി മാർജിനിൽ വരുന്ന പോലെ എഴുതുന്നതിനെയാണ് ഇൻ മാർജിൻ എന്ന് പറയുന്നത്. ഡ്രോപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലെറ്ററിന്റെ സ്റ്റാർട്ടിങ് മാത്രം എന്ത് ചെയ്യുന്നു, വലുതാക്കുന്നു. മാർജിനിലൊന്നും അല്ല, എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വലുതാക്കുന്നു, ബാക്കിയുള്ളതൊക്കെ ആസ് യൂഷ്വൽ എഴുതുന്നതിനെയാണ് ഡ്രോപ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡ്രോപ്പ് ക്യാപ്പിനെ കുറിച്ച് ഓർക്കുന്നുണ്ടല്ലോ? ഡ്രോപ്പ് ക്യാപ്പിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഏകദേശം ഓർമ്മ വന്നല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ള നോട്ട്സ് ഒക്കെ ഓർമ്മ വന്നല്ലോ. റെഡി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഇസ് ദ ഡീഫോൾട്ട് ഫോണ്ട് സൈസ് ഓഫ് എ ന്യൂ വേർഡ് ഡോക്യുമെന്റ് ബേസ്ഡ് ഓൺ നോർമൽ ടെംപ്ലേറ്റ്? അതായത് നമ്മൾ ഒരു ന്യൂ ടെംപ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ആ ന്യൂ ടെംപ്ലേറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വേർഡ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ഡീഫോൾട്ട് ഫോണ്ട് സൈസ് എത്രയാണെന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. Okay, what is the default font size of a new Word document based on normal template? Normal template എടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റിന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ട് സൈസ് എത്രയാണ്? 12 പോയിന്റ്സ് ആണ്. ഓർക്കുന്നുണ്ടല്ലോ, സൈസസ് നമ്മൾ എപ്പോഴും എങ്ങനെ പറയാ? പോയിന്റ്സിന്റെ വിധത്തിലാണ് പറയാ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിനിമം ആൻഡ് മാക്സിമം ഫോണ്ട് സൈസ് ഇൻ MS Word എത്രയായിരിക്കും? 1.2 ഓർമ്മയുണ്ടോ? 1638 പോയിന്റ്സ്, 1638 ആണ് നമ്മളുടെ MS Excelലെ മാക്സിമം ഫോണ്ട് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, 1.2 1638 പോയിന്റ്സ്. അപ്പോ നമ്മളുടെ ഡ്രോപ്പ് ഡൗൺ അപ്പൊ ഇതല്ലാതെ നമുക്കവിടെ ഡ്രോപ്പ് ഡൗൺ മെനുവിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ? ഈ ഫോണ്ട് സൈസിന്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ചെയ്തെടുക്കുന്നതില് മിനിമം ആൻഡ് മാക്സിമം വാല്യൂ എത്രയായിരിക്കും? എത്രയായിരിക്കും? 8 പോയിന്റ് മുതൽ 72 പോയിന്റ് വരെയുള്ള വാല്യൂ ആണ് നമുക്ക് സാധാരണ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ എന്ത് ചെയ്യാറ്, കാണിക്കാറുള്ളത്. 8 പോയിന്റ്സ് ടു 72 പോയിന്റ്സ് ആണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമുക്ക് വരുന്ന റേഞ്ച് എങ്കിൽ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ഫോണ്ട് സൈസ് ഇൻ MS Word എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1.2 1638 പോയിന്റ്സ് എന്നുള്ളതാണ് വസ്തുത. റെഡി? ഫോണ്ട് സൈസസിന്റെ കാര്യത്തിൽ ഇനി ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം കണ്ട് MS Wordന്റെ കാര്യം മുഴുവനായി കവർ ചെയ്ത് വന്നു. അപ്പൊ നേരത്തെ ഒരു വീഡിയോയില് ഞാൻ ജസ്റ്റ് മേലോടെ പറഞ്ഞു പോയ ഒരു ടോപ്പിക് ആയിരുന്നു ലൈൻ സ്പേസിങ്ങിനെ കുറിച്ച് അല്ലെ? ഡീഫോൾട്ട് ആയിട്ടുള്ള ലൈൻ സ്പേസിങ് MS Wordൽ ഏതാണെന്ന് നമ്മൾ പറഞ്ഞ 1.15 ആണ് ഡീഫോൾട്ട് ആയിട്ടുള്ള ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത്. സിംഗിൾ ലൈൻ സ്പേസിംഗ് ഉണ്ട്, ഡബിൾ ലൈൻ സ്പേസിംഗ് ഉണ്ട്, 1.15 ലൈൻ സ്പേസിംഗ് ഉണ്ട്, 1.5 ലൈൻ സ്പേസിംഗ് ഉണ്ട്. ഈ സാധനങ്ങളെല്ലാം എവിടെ അവൈലബിൾ ആണ്? MS Wordൽ അവൈലബിൾ ആണ്. ഇതിനുശേഷം 2.5 എന്ന് പറയുന്ന ഒരു ലൈൻ സ്പേസിംഗ് ഉണ്ട്, 3.0 എന്ന് പറയുന്ന ലൈൻ സ്പേസിംഗും ഉണ്ട്. ഇത്രയും ലൈൻ സ്പേസിംഗ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ചില ലൈൻ സ്പേസിങ്ങുകൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഷോർട്ട് കട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഇതും പഠിച്ചു വെച്ചോളൂ. Ctrl+1 നമ്മൾ വേർഡിന്റെ മാത്രം ഓരോന്നിന്റെയും ഷോർട്ട് കട്ട്സ് ഓരോ 2 പേജസ് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? MS Wordന് സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട് കട്ട്സ് പഠിച്ചിട്ടുണ്ട്, എക്സലിന് സെപ്പറേറ്റ് ഷോർട്ട് കട്ട്സ് പഠിച്ചിട്ടുണ്ട്, പവർ പോയിന്റിനും സെപ്പറേറ്റ് ആയിട്ട് എന്ത് പഠിച്ചിട്ടുണ്ട്? ഷോർട്ട് കട്ട്സ് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്താണ്, ഡിസ്കസ് ചെയ്തതാണെങ്കിൽ പോലും ഒന്നുകൂടെ അറിഞ്ഞു വെക്കാൻ ഞാൻ പറയാണ്. Ctrl+1 എന്ന് പറയുന്നത് സിംഗിൾ ലൈൻ സ്പേസിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ആണ്. Ctrl+2 എന്ന് പറയുന്നത് ഡബിൾ ലൈൻ സ്പേസിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ആണ്. Ctrl+5 എന്ന് പറയുന്നത് 1.5 എന്ന് പറയുന്ന ലൈൻ സ്പേസിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ആണ്.
ഓക്കെ, Ctrl+1, Ctrl+2 ആൻഡ് Ctrl+5. മറന്നു പോവരുത്, മാറിയും പോവരുത്. റെഡി? ഓക്കേടാ. അപ്പൊ നമ്മൾ ഏകദേശം കണ്ട MS വേർഡിന്റെ ഭാഗം മുഴുവനായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ, നമ്മൾ പഠിച്ച കാര്യങ്ങളും നോട്ട്സും നമ്മളുടെ വീഡിയോസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. അടുത്ത ഒരു ഓപ്ഷൻ ആണ്, നോക്കൂ. വിച്ച് ഏരിയ ഇൻ എക്സൽ ഡിസ്പ്ലേസ് ദ ആക്റ്റീവ് സെൽ അഡ്രസ്? ഓർക്കുന്നുണ്ടോ എന്താണ് ആക്റ്റീവ് സെൽ അഡ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നമ്മൾ MS എക്സലില് ഏതെങ്കിലും ഒരു സെല്ലിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലിക്ക് ചെയ്യുന്ന സെല്ല് ഏത് കളറിൽ നമുക്ക് കാണപ്പെടും? ഗ്രീൻ കളറിൽ കാണപ്പെടും അല്ലെ? സെൽസ് എന്ന് പറയുന്നത് എന്താ, ഒരു ലൈറ്റ് ഗ്രേ കളറിൽ, നെടുങ്ങനെയും കുറുങ്ങനെയും, വിച്ച് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ഒരുപാട് ലൈൻസ് ഉണ്ട്. ആ ഓരോ ലൈൻസും ഓരോ പെട്ടി എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഓരോ സെൽസിനെയാണ് നമ്മൾ ആ ഓരോ പെട്ടിയെയാണ് നമ്മൾ സെൽസ് എന്ന് പറയാന്ന് പറഞ്ഞു അല്ലെ? ആ സെൽസ് ആണ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് MS എക്സൽ എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്തതാണ്, പഠിച്ചതാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. എന്താണ് ഒരു വർക്ക് ഷീറ്റ്, എന്താണ് ഒരു വർക്ക് ബുക്ക്, എന്താണ് സെല്ല്, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാം. ഒരു ആക്റ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സെല്ലിലാണോ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, ആ ഒരു സെല്ലിന് ചുറ്റും ഒരു ഗ്രീൻ കളറിലായിരിക്കും നമുക്കത് കാണാൻ പറ്റുന്നുണ്ടാവുക. അപ്പൊ നമ്മളിപ്പോ തൽക്കാലം സെലക്ട് ചെയ്തിട്ടുള്ള നമ്മളുടെ ആക്റ്റീവ് സെല്ലിന്റെ അഡ്രസ്സ് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ സെലക്ട് ചെയ്തിട്ടുള്ള ആക്റ്റീവ് സെല്ലിന്റെ അഡ്രസ്സ് കാണുന്ന ആ ഒരു ബോക്സിന് നമ്മൾ പറയുന്ന പേരെന്താ? നെയിം ബോക്സ്. മറന്നുപോയോ? പോരുത് കേട്ടോ. നെയിം ബോക്സ്. നെയിം ബോക്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള എക്സലിന്റെ ആക്റ്റീവ് സെൽ അഡ്രസ്സ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പൊ ഒരു സെല്ലിന്റെ അഡ്രസ്സ് എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക? എപ്പോഴും റോസ് ആർ നമ്പേർഡ് ആൻഡ് കോളംസ് ആർ ലെറ്റേർഡ്. ആ ഒരു കോൺസെപ്റ്റ് ഓർമ്മയുണ്ടല്ലോ. റോസ് ആർ നമ്പേർഡ് ആൻഡ് കോളംസ് ആർ ലെറ്റേർഡ്. ഇപ്പൊ കോളത്തില് ABCD ഇങ്ങനെ ഒരുപാട് എണ്ണം പോകുന്നുണ്ടാകും. അത് നമുക്ക് എങ്ങനെയാണ്, അത് എത്ര കോളംസ് ഉണ്ട്, മിനിമം എത്ര കോളംസ് ആണ്, മാക്സിമം എത്ര റോസ് ആണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. മാക്സിമം വാല്യൂസ് ഓഫ് റോസും കോളംസും ഒക്കെ നമ്മൾ എന്ത് ചെയ്താണ്, ഓൾറെഡി പഠിച്ചതാണ്. ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നില്ല, അതൊന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓരോന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ക്ലാസ് തീരത്തില്ല. റെഡി? അപ്പൊ അങ്ങനെ ഒരുപാട് എണ്ണം പോകുമ്പോൾ കോളംസ് ആർ നമ്പേർഡ് ആൻഡ് റോസ് ആർ ലെറ്റേർഡ്. അപ്പൊ ഈ രണ്ട് നമ്പറും, അതായത് കോളത്തിന്റെ നമ്പറും റോവിന്റെ നമ്പറും എവിടെ വന്ന് മീറ്റ് ചെയ്യുന്നോ അതാണ് ആ ഒരു സെല്ലിന്റെ അഡ്രസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ സെല്ലിന്റെ അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? A1 ആണ് അല്ലെ? MS എക്സലിലെ ആദ്യത്തെ എയും ഫസ്റ്റ് റോയുടെ അഡ്രസ് 1 ആണെങ്കിൽ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഈ സെല്ലാണ്. A2 എന്ന് പറയുന്നത് അപ്പൊ ഏത് സെല്ലായിരിക്കും? A2. ഈ സെല്ലായിരിക്കും A2 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് അഡ്രസ്സിങ് എവിടെ നടക്കുന്നത്? MS എക്സലിൽ നടക്കുന്നത്. റെഡി? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കൂ. വിച്ച് ഫീച്ചർ വുഡ് യു യൂസ് ടു ക്യാപ്ചർ ആൻഡ് അനലൈസ് ഡേറ്റ ഫ്രം മൾട്ടിപ്പിൾ ഷീറ്റ്സ് ഇൻ ടു വൺ ഷീറ്റ്? അതായത് മൾട്ടിപ്പിൾ ഷീറ്റ്സിൽ നിന്നും ഡേറ്റയെ അനലൈസ് ചെയ്ത് ഒരൊറ്റ ഷീറ്റിലേക്ക് മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഞാൻ നേരത്തെ MS വേർഡ് പഠിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്പിൾ റിവിഷൻസിൽ നിന്ന് ഒരൊറ്റ ഡോക്യുമെന്റ് ആക്കാൻ നമ്മൾ പഠിച്ചത് കമ്പൈൻ ആയിരുന്നു. ഓർമ്മയുണ്ടോ? കമ്പൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ MS എക്സലില് മൾട്ടിപ്പിൾ ഷീറ്റ്സിൽ നിന്നും ഒരു ഷീറ്റിലോട്ട് മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷൻ കൺസോളിഡേറ്റ്. ഏതാണ്? കൺസോളിഡേറ്റ്. മറന്നു പോരുത് കേട്ടോ. കൺസോളിഡേറ്റ്. ഓക്കെ, റെഡി? ഇനി വാട്ട് ഫങ്ഷനാലിറ്റി ഡസ് ദ ഫ്രീസ് പെയിൻസ് ഫീച്ചർ പ്രൊവൈഡ് ഇൻ എക്സൽ? അപ്പൊ നമ്മളുടെ ഫ്രീസ് പെയിൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എന്തിനെയാണ് സഹായിക്കുന്നത്? ഓർക്കുന്നുണ്ടോ നിങ്ങളെ? ഫ്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോഴായിരുന്നു നമ്മൾ എന്താ പറഞ്ഞ? സ്റ്റാച്യൂനെ കുറിച്ചോ അല്ലെ? ലോക്ക് ആൻഡ് കീനെ കുറിച്ചോ ഏതിനൊക്കെ കുറിച്ച് ഒരു ഗെയിംസിനെ കുറിച്ചൊക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ വീഡിയോയില്. അതായത് ഇവിടെ എന്താണ്? ഒരു കുട്ടിയുടെ അറ്റൻഡൻസ് ഷീറ്റ് ആണ്. ക്ലാസ്സിലെ കുട്ടികളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് 1, 2, 3, 4 എന്ന് പറഞ്ഞ ഡേറ്റ് ഉണ്ട്. 1, 2, 3, 4 എന്ന് പറഞ്ഞ് 30 വരെയുള്ള ഡേറ്റ് ഉണ്ട്. അപ്പോ 15 വരെയൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ? ഫസ്റ്റ് നമ്മളുടെ ആ ഒരു സ്ക്രീനിൽ കാണുന്നുള്ളൂ. അതിനുശേഷം 30 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെങ്ങനെ സ്ക്രോൾ ചെയ്യണം. എക്സൽ ഷീറ്റ്സിന് എന്ത് ചെയ്യണം? കുറച്ച് അങ്ങോട്ട് സ്ക്രോൾ ചെയ്യണം. കുറച്ച് അങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ കുട്ടികളുടെ പേര് കാണാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പ്രസന്റ് മാർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഓരോ തവണയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ആവശ്യം വരില്ലേ? അപ്പൊ ഇതിന് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര സ്ക്രോൾ ചെയ്താലും ഈ കുട്ടികളുടെ പേര് ഇവിടെ എന്ത് ചെയ്യണം? ഫ്രീസ് ആയി നിൽക്കണം. ഫ്രീസ് ആയി നിൽക്കണം.
സോ ഈ സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫ്രീസ് സ്പെയിൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. കുട്ടികളുടെ പേര് ഇവിടെ തന്നെ എന്ത് ചെയ്യുക, അനങ്ങാതെ നിൽക്കണം. ഇല്ലെങ്കിൽ ഈ 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡേറ്റ്സ് എന്ത് ചെയ്യണം, താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പോവരുത്, അനങ്ങാതെ എന്ത് ചെയ്യണം, ഈ ഡേറ്റ്സ് ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ള സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻ ആണ് ഈ ഫ്രീസ് സ്പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താ ചെയ്യുന്നത്? അപ്പോ ലോക്കിംഗ് ആണ് ചെയ്യുന്നത്. റോസിനെയോ കോളംസിനെയോ അവരുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്ത് വെക്കുക, ലോക്ക് ചെയ്ത് വെക്കുക. ഈവൻ ദോ നമ്മൾ സ്ക്രോൾ ചെയ്താലും ആ പോർഷൻസ് എന്ത് ചെയ്യരുത്, സ്ക്രോൾ ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഫ്രീസ് ചെയ്ത് വെക്കുന്നതിനെയാണ്, ലോക്ക് ചെയ്ത് വെക്കുന്നതിനെയാണ് ഫ്രീസ് പെയിൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലെ? ഇപ്പൊ ഓർമ്മ വന്നില്ല എല്ലാ കാര്യങ്ങളും? ഇനി വാട്ട് ഇസ് ദ ക്വിക്കസ്റ്റ് വേ ടു റീസൈസ് എ കോളം ടു ഫിറ്റ് ഇറ്റ്സ് കണ്ടന്റ്സ്? അതായത് നമുക്ക് MS എക്സലില് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓരോ കോളംസിലും നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ചില സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഫിറ്റ് അല്ലാത്ത കാരണം, ഈ കോളത്തിൽ കൊള്ളുന്നതിനേക്കാൾ നമ്മൾ ആഡ് ചെയ്തത് കാരണം കുറെ ലൈൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ടൊന്നും കാണുന്നില്ല. അപ്പൊ നമ്മൾ ഓരോ സാധനങ്ങളിലും ഈ എന്താ പറയാ, സൈസിനനുസരിച്ച് നമ്മള് കോളം സൈസിനെ നീക്കി പിടിച്ച് ഡ്രാഗ് ചെയ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ നമ്മളത് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു കോളം സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. കോളം സൈസ് എങ്ങനെയാണ് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക? കോളം സൈസ് എങ്ങനെയാ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക അറിയോ? നമ്മൾ ഈ കോളത്തിന്റെ ഈ ഏറ്റവും മുകളില്, ഓക്കെ, ഈ സാധനം കോളം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും കോളം ഹെഡറിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോയി ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഈ കോളം എന്താകും, ഓട്ടോ ഫിറ്റ് ആയിക്കോളും. ഇല്ല, ഓട്ടോ ഫിറ്റ് ആകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോളത്തില് ഉള്ള ഡേറ്റാസ് ഫിറ്റ് ആകുന്ന വിധത്തിൽ ഈ കോളം നീങ്ങിക്കോളും. ഓക്കെ, ഈ കോളത്തിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോളത്തിലുള്ള ഡേറ്റാസ് ഒക്കെ ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ കോളം വലിപ്പം വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കോളത്തിനെ റീസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ ഇനിയിപ്പോ അത്ര അല്ല, ചെറുതാക്കാണ് വേണ്ടത്, ഇത്രയും സൈസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് വലിയൊരു സൈസും ഉണ്ട്, സോറി എടാ, നമുക്ക് വലിയൊരു സൈസും ഉണ്ട്. ആ വലിയ സൈസിലേക്ക് ആഡ് ചെയ്യാനുള്ള അത്രയ്ക്ക് ഡേറ്റ ഒന്നും നമുക്കില്ല. ഫോർ എക്സാമ്പിൾ, വലിയൊരു കോളത്തില് പോയിട്ട് ട്രൂ എന്ന് മാത്രമാണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഓപ്ഷൻ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പോയി ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രൂ എന്ന് പറയുന്നത് നിൽക്കാൻ എത്ര സൈസ് ആണോ ആവശ്യം അത്രയിലോട്ട് എന്ത് ചെയ്തോളും, ചെറുതായിക്കോളും. കോളംസിനെ റീസൈസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് മനസ്സിലായില്ലേ? ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങള് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ അല്ലേടാ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എക്സൽ വിച്ച് ഫംഗ്ഷൻ റിട്ടേൺസ് ദ കറന്റ് ഡേറ്റ് ആൻഡ് ടൈം? ഓർക്കുന്നുണ്ടോ നീ? എന്താണ്? നവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. നവ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റും ടൈമും വരും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമാണ് കോൾ ചെയ്യുന്നതെങ്കിലോ ഡേറ്റ് മാത്രമേ വരുള്ളൂ, ടൈം വരില്ല അല്ലെ? അപ്പൊ ഡേറ്റും ടൈമും വരണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ലൈക് നവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് കോൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഷോർട്ട് കട്ട് ആഡ്സ് എ ന്യൂ റോ ഇൻ എക്സൽ? എക്സലില് ഒരു ന്യൂ റോ ആഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ന്യൂ റോ ആഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്? കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നമ്മൾ ഏതിന് ഉപയോഗിക്കുന്നത്? കൺട്രോൾ പ്ലസ്, ലൈക്ക് ഒരു ന്യൂ റോ ആഡ് ചെയ്യാനായിട്ട് എക്സലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട്. ഓക്കെ, അപ്പൊ ഷോർട്ട് കട്ട്സിന്റെ തന്നെ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ദേവിക പ്ലസ് പോയിന്റിൽ നമുക്ക് ഉണ്ട്. സോ അത് എന്ത് ചെയ്യുക, റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഷോർട്ട് കട്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു യു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് വർക്ക് ഡേയ്സ് ബിറ്റ്വീൻ 2 dates എക്സ്ക്ലൂഡിംഗ് വീക്കെൻഡ്സ് ആൻഡ് ഹോളിഡേയ്സ്? ഓക്കെ, അപ്പൊ നമ്മളുടെ ഫോർമുലാസ് എന്ന് പറയുന്ന ടാബില് ഫംഗ്ഷൻ ലൈബ്രറി എന്ന് പറയുന്ന ഒരു ഓപ്ഷനില് ഒരുപാട് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ്, ലോജിക്കൽ ഫംഗ്ഷൻസ്, ടെക്സ്റ്റ് ഫംഗ്ഷൻ, ടൈം ആൻഡ് ഡേറ്റ് ഫംഗ്ഷൻ, ലുക്കപ്പ് ആൻഡ് റെഫറൻസ് ഫംഗ്ഷൻ, മാത്ത് ആൻഡ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അല്ലെ? ഇത്രയും സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളിലെ ഓരോ ഫംഗ്ഷൻസും എന്തിനു ഉപയോഗിക്കും എന്നുള്ള രീതിയിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് നെറ്റ്വർക്ക് ഡേയ്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നെറ്റ്വർക്ക് ഡേയ്സ്. അപ്പൊ നെറ്റ്വർക്ക് ഡേയ്സ് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ നെറ്റ്വർക്ക് ഡേയ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്
നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്ത് തരിക? 2 ഡേറ്റിന് നടുവിലുള്ള വർക്ക് ഡേയ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്ന ഫംഗ്ഷൻ ആണ് നെറ്റ്വർക്ക് ഡേയ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ പ്രത്യേകത എന്താ അറിയോ? വീക്കെൻഡ്സിനെയും ഹോളിഡേയ്സിനെയും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്ത് തരും? വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്ത് തരും. വീക്കെൻഡ്സിനെയും ഹോളിഡേയ്സിനെയും എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്കിംഗ് ഡേയ്സ് ഒരു സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുത്തു കഴിഞ്ഞാൽ വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്ന ഫംഗ്ഷൻ ആണ് നെറ്റ്വർക്ക് ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലാതെ മറ്റൊരുപാട് ഡേറ്റ്, ഡേ, ഈ ഡേറ്റ്, എൻഡ് ഓഫ് മന്ത്, ലൈക്ക് ഇ ഓ മന്ത്, അവർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫംഗ്ഷൻസ്, വീക്ക് ഡേ, വീക്ക് അല്ലെ, വർക്ക് ഡേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫംഗ്ഷൻസ് ഏതിന്റെ അണ്ടറിലുണ്ട്? ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസിന്റെ അണ്ടറിലുണ്ട്. സോ അതില് നെറ്റ്വർക്ക് ഡേയ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ആണ് നമുക്ക് എന്ത് തരുന്നത്? വർക്ക് ഡേയ്സ് ബിറ്റ്വീൻ 2 ഡേറ്റ്സ് എക്സ്ക്ലൂഡിംഗ് ദ വീക്കെൻഡ്സ് ആൻഡ് ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തരുന്നത്. അപ്പൊ അതിൽ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലെ. അടുത്ത ക്വസ്റ്റൻ ആണ്, ഹൗ ഡു യു ക്രിയേറ്റ് എ ഡൈനാമിക് ചാർട്ട് ദാറ്റ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ്സ് ആസ് ന്യൂ ഡേറ്റ റേഞ്ചസ് ആർ ആഡഡ്? അതായത് നമുക്ക് ഡൈനാമിക് ആയിട്ട് ഒരു ചാർട്ട് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഡൈനാമിക് ആയിട്ട് ഒരു ചാർട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ആവണമെങ്കിൽ നമ്മൾ ആ നെയിം റേഞ്ച് ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ച് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഓഫ്സെറ്റിനെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താണ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? അവിടുത്തെ വാല്യൂസ് മാറിയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അതൊരു ഡൈനാമിക് ചാർട്ടിലേക്ക് എന്ത് ചെയ്യുക? റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ നമ്മളുടെ വാല്യൂസ് നമ്മൾ ഓഫ്സെറ്റ് ആയി കൊടുത്തിരിക്കണം എന്നുള്ളതാണ് കണ്ടന്റ്. ഓക്കെ, അപ്പൊ പിവോട്ട് ടേബിളും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? കൺഫ്യൂസ് ചെയ്യിപ്പിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് മിക്കവാറും ഓപ്ഷൻസ് വരില്ല. അപ്പൊ പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? സമ്മറൈസ്ഡ് ഡേറ്റയുടെ ഒരു വിഷ്വലൈസേഷൻ ആണ് പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഒരു ഡൈനാമിക് ചാർട്ട് ഓട്ടോമാറ്റിക്കലി ഡേറ്റ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ എങ്ങനെയാണ് അവരുടെ നെയിം റേഞ്ച് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് വേണം കൊടുക്കാൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ചാർട്ട് ടൈപ്പ് ഇസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ കമ്പയറിംഗ് പാർട്സ് ഓഫ് എ ഹോൾ അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം? നമ്മൾ ചാർട്ട്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള സാധനമാണ് ഈ കാര്യങ്ങളൊക്കെ അല്ലെ. നമ്മൾ ചാർട്ട്സ് ഏതൊക്കെയാണ്? പൈ ചാർട്ട്, ഡോണറ്റ് ചാർട്ട്, 3D ചാർട്ട്, ബാർ ചാർട്ട്, ഹിസ്റ്റോഗ്രാം അല്ലെ, ബോക്സ് ആൻഡ് വിസ്കർ, സാധനങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ നിങ്ങള്? പിന്നെ എന്തൊക്കെയാണ്? ട്രീ മാപ്പ്, സൺബേസ്റ്റ്, അങ്ങനെ ഒരുപാട് ചാർട്ട്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്കാറ്റർ ചാർട്ട്, അങ്ങനെ ഒരുപാട് ചാർട്ടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചാർട്ടുകളിൽ നിന്നും നമുക്ക് എന്താ ചെയ്യേണ്ടത്? വിച്ച് ചാർട്ട് ഇസ് ദ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ കമ്പയറിംഗ് ഓഫ് എ ഹോൾ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം? ഒരു ഹോൾ ആയിട്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഒരു ഹോളിൽ നിന്നും ഒരു പോയിന്റിനെ, മൊത്തമായിട്ടുള്ളതിൽ നിന്നും ഒരു പോർഷനെ എടുത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ചാർട്ട് ടൈപ്പ് ആണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ എന്നാ പഠിച്ചിട്ടുള്ളത്? പൈ ചാർട്ട് ആണ്. ഓക്കെ, പൈ ചാർട്ട് ആണ് സ്യൂട്ടബിൾ. അപ്പൊ ഓരോ ചാർട്ട്സിനെ കുറിച്ചും അത് എവിടെയാണ് ഉപയോഗിക്കുക, എങ്ങനത്തെ ഡേറ്റയിലാണ് ഉപയോഗിക്കുക, അത് നമുക്ക് കാണാൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ചാർട്ട്സ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പ്? ഈ ചാർട്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഏത് ടാബിന്റെ അണ്ടറിലാണ് വരിക? ഓർത്തു നോക്കൂ, ഏത് ടാബിന്റെ അണ്ടറിലാ? ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിന്റെ അണ്ടറിൽ, MS എക്സലിലെ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിന്റെ അണ്ടറിൽ ചാർട്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഈ പറഞ്ഞിട്ടുള്ള വ്യക്തികളൊക്കെ കിടക്കുന്നത്, ചാർട്ടുകളൊക്കെ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യരുത്? കൺഫ്യൂഷൻ ആയി പോവരുത്, ഓർത്തു നോക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ഷോർട്ട് കട്ട് കീ അലൗസ് യു ടു ക്രിയേറ്റ് എ ഡീഫോൾട്ട് ചാർട്ട് ഫ്രം സെലക്ടഡ് ഡേറ്റ ഇൻ എക്സൽ? ഓക്കെ, ഷോർട്ട്കട്ട് കീ അലൗസ് യു ടു ക്രിയേറ്റ് എ ഡീഫോൾട്ട് ചാർട്ട് ഫ്രം സെലക്ടഡ് ഡേറ്റ ഇൻ എക്സൽ. എക്സലില് ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു, ലൈക്ക് നമ്മളുടെ എക്സലിലെ ഒരു ചാർട്ട് ഡേറ്റയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ആണ് Alt+F1. പഠിച്ചേ പറ്റൂ. നമ്മളുടെ ഷോർട്ട് കട്ട്സിന്റെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എങ്കിലും Alt+F1 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ആണ് ചാർട്ട്, ഡീഫോൾട്ട് ആയിട്ടുള്ള ചാർട്ട് നമ്മുടെ ഡേറ്റയിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കമാൻഡ് വിൽ യു യൂസ് ഇൻ PowerPoint if you need to change the color of different objects without changing content? ഓക്കെ, ഇവിടുത്തെ ചോദ്യം നമുക്ക് അറിയാം. പവർ പോയിന്റിലോട്ട് കടന്നു അല്ലെ. നമ്മൾ MS വേർഡിന് ശേഷം, MS എക്സലിന് ശേഷം നേരെ അടുത്തത് വന്നത് എവിടേക്കാണ്? പവർ പോയിന്റിൽ. പവർ പോയിന്റില് നമുക്ക് എന്താ ചെയ്യേണ്ടത്? കണ്ടന്റിന്റെ കാര്യങ്ങൾ ഒന്നും മാറ്റാതെ, കണ്ടന്റ് ഒന്നും തന്നെ ചേഞ്ച് ചെയ്യാതെ, ജസ്റ്റ് നമ്മളുടെ ആ പവർ പോയിന്റിൽ ഡിഫറെന്റ് ഒബ്ജക്ട്സിന് നമുക്ക് കളർ മാത്രം എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോ ഈ തീംസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒക്കെ ഉണ്ടല്ലോ,
തീംസിൽ പോകുമ്പോൾ തന്നെ ഓരോ തീംസിന്റെയും മുന്നേ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? ആലോചിച്ച് നോക്കൂ. ആ തീംസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ വേരിയൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നുള്ള കളർ വേരിയൻസ് കാണാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ നമുക്ക് ആ ഓരോ തീമിലും ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമുക്ക് ആ കണ്ടന്റിൽ ഒന്നും വ്യത്യാസം വരുത്താതെ ജസ്റ്റ് അതിന്റെ കളേഴ്സ് മാത്രം ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഓപ്ഷൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ആൻസർ ആണ് കളർ സ്കീം. നമ്മൾ എന്താ ഉപയോഗിക്കണ്ടേ? കളർ സ്കീം. റെഡി? ഇനി അടുത്ത ചോദ്യമാണ്. ഇൻ പവർ പോയിന്റ് തീംസ് കുഡ് ബി ഫൗണ്ട് അണ്ടർ ഡാഷ് ടാബ്. തീംസ് ഏത് ടാബിന്റെ അണ്ടറിലാണ് പവർ പോയിന്റിൽ ഉള്ളത്? പവർ പോയിന്റിൽ ആകെ ഉള്ളത് ഹോം, ഇൻസേർട്ട്, ഡ്രോ, ഡിസൈൻ, ട്രാൻസിഷൻസ്, അനിമേഷൻസ്, സ്ലൈഡ് ഷോ, റെക്കോർഡ്, റിവ്യൂ ആൻഡ് വ്യൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പവർ പോയിന്റിന്റെ അണ്ടറിലുള്ളത്. അനിമേഷൻസും ട്രാൻസിഷൻസും തമ്മിലുള്ള വ്യത്യാസമൊന്നും ഇനിയും ഞാൻ ഡിസ്കസ് ചെയ്യണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒക്കെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരിക്കും അല്ലെ? എന്താണ് അനിമേഷൻ, എന്താണ് ട്രാൻസിഷൻ? ഒരു സ്ലൈഡിൽ തന്നെയുള്ള ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ്സിനെയാണ് നമ്മൾ അനിമേഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ട്രാൻസിഷൻ എന്ന് പറയുന്നതോ ഒരു ടാബിൽ നിന്ന് മറ്റൊരു ടാബിലോട്ട്, ഓക്കെ, ഒരു സ്ലൈഡിൽ നിന്ന് ട്രാവൽ, ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലോട്ട് പോകുമ്പോൾ ആ ഒരു സമയത്ത് വരുന്ന ട്രാൻസിഷനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പവർ പോയിന്റിൽ തീംസ് എന്ന് പറയുന്നത് ഏത് ഓപ്ഷന്റെ താഴെ കിടക്കുന്നത്? ഒട്ടും സംശയിക്കാതെ നിങ്ങൾക്ക് ആൻസർ എഴുതാം. ഏത് ടാബ്? ഡിസൈൻ ടാബ്. ഡിസൈൻ ടാബിന്റെ അണ്ടറിലാണ് കിടക്കുന്നത്. അടുത്ത ചോദ്യം. വാട്ട് ഇസ് ദ ഷോർട്ട് കട്ട് കീ ടു സ്റ്റാർട്ട് എ പ്രസന്റേഷൻ ഫ്രം ദ ബിഗിനിങ് ഇൻ പവർ പോയിന്റ്? ഓക്കെ, ഈ ചോദ്യം നമ്മൾ മാറിയും മറിച്ചും ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുള്ള ചോദ്യമാണ്? പഠിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു പവർ പോയിന്റിനെ നമുക്ക് എന്ത് ചെയ്യണം? ഫ്രം ദ ബിഗിനിങ്ങിൽ നിന്ന് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് എ പ്രസന്റേഷൻ ഫ്രം ദ ബിഗിനിങ്. അതിനുള്ള ഷോർട്ട് കട്ട് എന്താ? F5. ഷോർട്ട് കട്ട് ഏതാ? F5. അപ്പൊ കറന്റ് പൊസിഷനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതിന്റെ ഷോർട്ട് കട്ട് എന്താ? ഷിഫ്റ്റ് പ്ലസ് F5. അപ്പൊ മറന്നു പോവാതിരിക്കണം, മാറി പോവാതിരിക്കണം. ബിഗിനിങ്ങിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാൻ, സ്ലൈഡ് ഷോ ബിഗിനിങ് ഓഫ് ദ സ്ലൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ F5ഉം അതേ സമയത്ത് കറന്റ് പേജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാൻ F5ഉം ആണ് ഉപയോഗിക്കുക. ഓക്കേടാ. ഇനി മാക്സിമം പെർസെന്റേജ് ഓഫ് സൂം ഇൻ പവർ പോയിന്റ് ഇസ് ഡാഷ് പെർസെന്റേജ്. ഞാൻ പറഞ്ഞു MS വേർഡിനാണ് 10 to 500 മാക്സിമം. നേരെ മറിച്ച് എക്സലിനും പവർ പോയിന്റിനും മാക്സിമം ആയിട്ട് വരുന്നത് എത്ര പെർസെന്റേജ് ആണ്? 400% ആണ്. ഓക്കെ, പവർ പോയിന്റിന്റെ മിനിമം ടു മാക്സിമം എത്രയാണ്? 10 to 400% ആണ് അതിന്റെ സൂം ലെവൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം. വാട്ട് ഇസ് ദ ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് എ ഹൈപ്പർ ലിങ്ക് ഇൻ ദ ടെക്സ്റ്റ് സ്ലൈഡ്? ഒരു സ്ലൈഡിൽ നമുക്ക് ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യണമെങ്കിലുള്ള ഷോർട്ട് കട്ട് സിമ്പിൾ ഏതാണ്? Ctrl+K. നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ്. ഹൈപ്പർ ലിങ്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ നാവിഗേറ്റ് ചെയ്ത് വേറെ എവിടെയെങ്കിലും, ഒന്നുകിൽ അതേ ഡോക്യുമെന്റിന്റെ വേറെ ഏതെങ്കിലും പേജസിലാവാം, അല്ലെങ്കിൽ ഒരു പേജിന്റെ വേറെ ഏതെങ്കിലും പൊസിഷനിലോട്ടാവാം, അല്ലെങ്കിൽ വെബിലുള്ള ഏതെങ്കിലും കണ്ടന്റിലോട്ടാകാം. ഹൗഎവർ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ വേറെ എവിടേക്കെങ്കിലും നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ആണ് Ctrl+K എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഇസ് ദ മോഷൻ പാത്ത് ഇൻ പവർ പോയിന്റ്? പവർ പോയിന്റിൽ മോഷൻ പാത്ത് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? എ മെത്തേഡ് ഓഫ് മൂവിങ് ദ ഒബ്ജക്ട് ഇൻ എ സ്ലൈഡ്. ഒരു സ്ലൈഡിൽ നമുക്ക് എന്ത് അറിയാം? ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകൾ ഉണ്ടാവാം അല്ലെ? ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവാം? ഒരു ഇമേജ് വെച്ചിട്ടുണ്ടാവാം, ഇവിടെ ടെക്സ്റ്റ് ഉണ്ടാകും, ഇവിടെ വേറൊരു ഒബ്ജക്ട് വെച്ചിട്ടുണ്ടാവും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സ്ലൈഡിലെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ആ സ്ലൈഡിൽ എങ്ങനെ മൂവ് ചെയ്യിപ്പിക്കണം എന്നുള്ള പാത്തിനെയാണ് നമ്മൾ മോഷൻ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, എ മെത്തേഡ് ഓഫ് മൂവിങ് ദ ഒബ്ജക്ട് ഇൻ എ സ്ലൈഡ്. ഒരു സ്ലൈഡിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ് മോഷൻ പാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെഡി? വിച്ച് വ്യൂ ഇൻ പവർ പോയിന്റ് വിൽ ഹെൽപ്പ് യു ടു സീ ഓൾ സ്ലൈഡ്സ് അറ്റ് വൺസ്? അപ്പൊ നമ്മൾ വ്യൂസ് ഒക്കെ പറയുന്നത് ഇപ്പൊ എക്സൽ ആയിക്കോട്ടെ, പവർ പോയിന്റ് ആയിക്കോട്ടെ, വേർഡ് ആയിക്കോട്ടെ, വ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഏത് ടാബിലാണ്? വ്യൂ ടാബിലാണ് അല്ലെ? അപ്പൊ വ്യൂ ടാബില് പ്രസന്റേഷൻ വ്യൂസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് നമ്മളുടെ പവർ പോയിന്റിന്റെ വ്യൂസ് എല്ലാം തന്നെ കിടക്കുന്നത്. നമ്മൾ എണ്ണി പഠിച്ചതായിരുന്നു പവർ പോയിന്റിന്റെ വ്യൂസിനെ കുറിച്ച് അല്ലെ? ഏതൊക്കെ വ്യൂസ് ആണ്? 5 വ്യൂസ് ആണ് പവർ പോയിന്റിനുള്ളത്. നോർമൽ വ്യൂ, ഔട്ട്ലൈൻ വ്യൂ,
സ്ലൈഡ് സോർട്ടർ വ്യൂ, നോട്ട്സ് പേജ് വ്യൂ ആൻഡ് റീഡിംഗ് വ്യൂ. ഇങ്ങനെ 5 വ്യൂസ് ആണ് നമുക്ക് എവിടെ ഉള്ളത്? നമ്മുടെ വ്യൂ ടാബില് പ്രസന്റേഷൻ വ്യൂസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് അണ്ടറിൽ നമുക്ക് ഉള്ളത് പവർ പോയിന്റിന്റെ 5 വ്യൂസ് ഏതൊക്കെയാണ്? നോർമൽ, ഔട്ട്ലൈൻ, സ്ലൈഡ് സോർട്ടർ, നോട്ട്സ് പേജ് ആൻഡ് റീഡിംഗ് വ്യൂ. ഇതില് ഏത് വ്യൂ എടുത്താലാണ് നമുക്ക് നമ്മളുടെ സ്ലൈഡിന്റെ ലൈക് പ്രസന്റേഷന്റെ എല്ലാ സ്ലൈഡ്സിനെയും ഒരുമിച്ച് കാണാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഇതാണ്. ഏത്? എന്താ ആൻസർ എന്താ വരിക? സ്ലൈഡ് സോർട്ടഡ് വ്യൂ ഉപയോഗിക്കുമ്പോഴാണ്. സ്ലൈഡ് സോർട്ടർ എന്ന് പറയുന്ന വ്യൂ ഉപയോഗിക്കുമ്പോഴാണ്, സ്ലൈഡ് സോർട്ടഡ് അല്ല, സോർട്ടർ. സ്ലൈഡ് സോർട്ടർ എന്ന് പറയുന്ന വ്യൂ ഉപയോഗിക്കുമ്പോഴാണ് നമ്മളുടെ പ്രസന്റേഷന്റെ എല്ലാ പേജസിനെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക? ഒന്നിച്ച് കാണാനായിട്ട് പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹു ഇൻവെന്റഡ് പവർ പോയിന്റ്? പഠിക്കേണ്ടതാണ്. ഹു ഇൻവെന്റഡ് പവർ പോയിന്റ്? റോബർട്ട് ഗാസ്കിൻസും ഡെന്നസ് ഓസ്റ്റിനും ചേർന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പവർ പോയിന്റ് കണ്ടുപിടിച്ചിട്ടുള്ളത്. റോബർട്ട് ഗാസ്കിൻസും ഡെന്നസ് ഓസ്റ്റിനും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തത് എന്താണ് ഒരു ട്രാൻസിഷൻ ഇൻ എ പവർ പോയിന്റ് എന്ന് പറയുന്നത്? എന്താണ് ട്രാൻസിഷൻ ഇൻ എ പവർ പോയിന്റ്? എ വിഷ്വൽ എഫക്ട് ബിറ്റ്വീൻ സ്ലൈഡ്സ്. ഒരു 2 സ്ലൈഡ്സ് തമ്മിലുള്ള ചേഞ്ച് നടക്കുന്ന സമയത്ത്, ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ നടക്കുന്ന വിഷ്വൽ എഫക്റ്റിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുക. നേരെ മറിച്ച് അനിമേഷൻ എന്ന് പറയുന്നത് ഒരേ പേജിലെ ഒബ്ജക്റ്റുകൾക്ക് വരുന്ന അനിമേഷൻസ് ആണ്. സോറി, വിഷ്വൽ എഫക്ട്സ് ആണ്. റെഡി? ഓക്കെ, ഇനി വാട്ട് ഇസ് എ പവർ പോയിന്റ് ഹാൻഡ് ഔട്ട്? നമ്മൾ കുറെ തവണ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ? ഹാൻഡ് ഔട്ട്, മാസ്റ്റർ എന്ന് പറയുന്ന വ്യൂസിൽ, സെയിം ഈ വ്യൂ ടാബിൽ തന്നെ മാസ്റ്റർ വ്യൂസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്ന ആൾക്കാരാണ് സ്ലൈഡ് മാസ്റ്റർ, ഹാൻഡ് ഔട്ട് മാസ്റ്റർ ആൻഡ് നോട്ട്സ് മാസ്റ്റർ എന്ന് പറയുന്ന 3 ആളുകൾ. സ്ലൈഡ് മാസ്റ്റർ, ഹാൻഡ് ഔട്ട് മാസ്റ്റർ, നോട്ട്സ് മാസ്റ്റർ. അതില് ഈ ഹാൻഡ് ഔട്ട് മാസ്റ്ററിന്റെ പ്രത്യേകത എന്താ? എന്തിനാ ഹാൻഡ് ഔട്ട് മാസ്റ്റർ യൂസ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുന്ന സമയത്ത് അല്ലെ, നമ്മളുടെ പവർ പോയിന്റ് നമ്മൾക്കിപ്പോ നിറയെ പ്രോസസ്സും കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ട തരത്തിലുള്ള പ്രസന്റേഷൻസ് ഒക്കെ ആണെങ്കിൽ ഓരോ സ്ലൈഡും നമ്മൾ എഴുതിയെടുക്കുക എന്നൊന്നും പറയുന്നത് നമുക്ക് എന്തല്ല നടപടിയാവുന്ന കാര്യമല്ല. അപ്പൊ അത്തരത്തിലുള്ള പ്രസന്റേഷൻസ് എന്ത് ചെയ്യാറുണ്ട്? പ്രിന്റ് ചെയ്ത് വ്യൂവേഴ്സിന് കൊടുക്കാറുണ്ട്. ഓക്കെ, അവരുടെ ഓഡിയൻസിന് കൊടുക്കാറുണ്ട്. അപ്പൊ അത്തരത്തില് നമ്മളുടെ പ്രസന്റേഷന്, നമ്മളുടെ പവർ പോയിന്റിനെ പ്രിന്റ് ചെയ്ത ഫോമിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഹാൻഡ് ഔട്ട് മാസ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ ഒരു പേജിൽ നമുക്ക് എത്ര സ്ലൈഡ്സ് പ്രിന്റ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എവിടെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എവിടെ കൊടുക്കാനായിട്ട് പറ്റും? ഹാൻഡ് ഔട്ട് മാസ്റ്ററിൽ കൊടുക്കാനായിട്ട് പറ്റും. ഇതാണ് അതിന്റെ പ്രത്യേകത. ഇനി അടുത്ത ഓപ്ഷൻ ആണ് വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദ നോട്ട് സെക്ഷൻ ഇൻ പവർ പോയിന്റ്? പവർ പോയിന്റിലെ നോട്ട്സ് എന്ന് പറയുന്ന സെക്ഷന്റെ പ്രത്യേകത എന്താ? എന്തിനാ നോട്ട്സ് നമ്മൾ കൊടുക്കുന്നത്? നമ്മളൊരു പ്രസന്റേഷൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, നമ്മളാണ് സ്പീക്കർ എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു പവർ പോയിന്റിൽ എപ്പോഴും മിനിമം ആയിട്ടുള്ള കോണ്ടന്റ്സേ ഉണ്ടാവുള്ളൂ, മിനിമൽ കോണ്ടന്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ എന്തൊക്കെ പോയിന്റ്സ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ തുണ്ടുകടലാസിലൊക്കെ എഴുതിക്കൊണ്ട് പോയാൽ മോശമല്ലേ? അല്ലെ? കയ്യിൽ എഴുതുക, തുണ്ടുകടലാസിലൊക്കെ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമായിട്ടുള്ള പരിപാടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ താഴെ തന്നെ നോട്ട്സ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാറില്ല, നമ്മൾ പ്രസന്റ് ചെയ്യാറില്ല. പ്രസന്റേഷൻ നമ്മൾ സ്ലൈഡ് ഷോ കൊടുക്കുന്ന സമയത്ത് കാണുന്നവർക്ക് പ്രസന്റേഷൻ മാത്രമേ കാണുള്ളൂ. നേരെ മറിച്ച് നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? താഴെ നോട്ട്സ് കാണാനായിട്ട് പറ്റും. അത് റെഫർ ചെയ്തിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പൊ നോട്ട്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? സ്പീക്കർ നോട്ട്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? റെഫറൻസിങ്, ലൈക്ക് നമ്മൾ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് സംസാരിക്കുന്ന വ്യക്തിക്ക് ആ നോട്ട്സ് റെഫർ ചെയ്ത് എന്ത് ചെയ്യാം? പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ സ്പീക്കർ നോട്ട്സ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് യൂസിങ് പവർ പോയിന്റ്സ് റിഹേഴ്സ് ടൈം ഫീച്ചർ? ഓക്കെ, ഈ റെക്കോർഡ് എന്ന് പറയുന്ന നമുക്ക് എന്ത് ഓപ്ഷൻ ഉണ്ട്? റിഹേഴ്സ് ടൈമിങ്സ് എന്ന് പറയുന്ന സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ടാബില്, ഓക്കെ, സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ടാബില് സെറ്റപ്പ് ഗ്രൂപ്പിനകത്ത്, സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ടാബില് സെറ്റപ്പ് ഗ്രൂപ്പിനകത്ത് റിഹേഴ്സ് ടൈമിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? റിഹേഴ്സ് ടൈമിങ്സ് എന്ന് പറയുന്ന ഫീച്ചർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതായത് നമ്മൾ എവിടെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്ലൈഡ് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രസന്റേഷൻ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ സ്ലൈഡിലും നമ്മൾ എന്ത് ചെയ്യണം? എത്ര നേരം ചെലവഴിക്കണം? ഒരു സ്ലൈഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ എത്ര നേരം എടുക്കണം എന്നുള്ളതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ? സെറ്റ് ചെയ്യാനാണ് എന്തുപയോഗിക്കുന്നത്? ഈ റിഹേഴ്സ് ടൈമിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഓക്കെ, ഏകദേശം കണ്ട് നമുക്ക് ഇത്രയും സമയം എന്ത് ചെയ്യാം? ഇത്രയും സമയം എടുത്തു കഴിഞ്ഞാൽ ഒരു പേജ് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് തീർക്കാനായിട്ട് പറ്റും. സോ ഓരോ സ്ലൈഡിലും ഇത്ര മിനിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള രീതിയിൽ ഓരോ സ്ലൈഡിനും അതിന്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഈ ഒരു റിഹേഴ്സ് ടൈമിങ്സ് എന്ന് പറയുന്ന ഫീച്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേടാ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മളുടെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാമിന് വേണ്ടി തയ്യാറാക്കുന്ന വ്യക്തികൾക്ക് ലാസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിവിഷൻ പോലെ പറയാനുള്ള കുറച്ച് ഓപ്ഷൻസ് നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു ഓവറോൾ ആയിട്ട് എക്സലിനെ കുറിച്ചും വേർഡിനെ കുറിച്ചും പവർ പോയിന്റിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ അതിന് മുന്നുള്ള കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് എന്ന ഭാഗത്തു നിന്നും ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ എന്ന ഭാഗത്തു നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. 60ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 വീഡിയോസിലായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 വീഡിയോസും വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, കാണുക, പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പൊടി തട്ടി എടുക്കുക അല്ല, നിങ്ങൾ 2 തവണ ഓൾറെഡി റിഹേഴ്സിങ് ലൈക്ക് നമ്മളുടെ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിയാം. അപ്പൊ നല്ല കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പുതിയതായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കുക, പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മളുടെ എല്ലാ വീഡിയോസും കാണൂ, നോട്ട്സ് ഒക്കെ നന്നായി പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്, എല്ലാം വായിക്കുക. ഓക്കെ, നമ്മളുടെ ക്വിസസ് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എല്ലാ പ്രാക്ടീസ് എക്സാംസും നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്തിലേക്ക് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എല്ലാ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക, ക്വിസസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഞാൻ വളരെ ഓൾ ദി ബെസ്റ്റ് പറയുന്നു. നിങ്ങളുടെ അധ്വാനത്തിനുള്ള ഫലം നിങ്ങൾക്ക് ഇതിൽ റിഫ്ലക്ട് ആയി വരട്ടെ, പഠിച്ചതിനുള്ള ഒരു നേട്ടം, ഒരു ജോലി എന്നുള്ള സ്വപ്നം കയ്യിലോട്ട് എത്തട്ടെ. എന്താണെങ്കിലും എല്ലാവരുടെ കൂടെ എന്റെ പ്രാർത്ഥന ഉണ്ടാവും. സോ എല്ലാവരും നന്നായി പഠിച്ചിട്ട് എന്ത് ചെയ്യുക, എക്സാമിനൊക്കെ പോയി ജോലി വാങ്ങി വരിക കേട്ടോ. ഓക്കേടാ, താങ്ക് യു. നമുക്ക് കാണാം. ബൈ.